ഹായ് ഗായ്സ്, ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഗുരുവായൂർ പോയതായിരുന്നു. എൻ്റെ അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, എൻ്റെ മോളുണ്ട് കൂടെ. ഞങ്ങൾ ഗുരുവായൂരിൽ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് നേരെ ആനപ്പന്തിയിലേക്കാണ് വന്നത്. ഇവിടെ ആനകളെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് അവർ താമസിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള മതം പൊട്ടിയിട്ടുള്ള ആനകളുണ്ടാവും. മതയാനകളെ അവർ വേറൊരു ഭാഗത്തും നോർമലായിട്ടുള്ള ആനകളെ വേറൊരു ഭാഗത്തുമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നോർമലായിട്ടുള്ള ആനകളാണ്, അതായത് നമുക്ക് പോയി കാണാൻ സാധിക്കും. വേറൊരു ഏരിയ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാനേ പാടില്ല, കാരണം ആ ആനകളുടെ സിറ്റുവേഷൻ എന്താണെന്ന് തന്നെ നമുക്കറിയില്ല. അതുകൊണ്ട് ദൂരത്ത് നിന്ന് കാണാനേ പാടുള്ളൂ. ഇപ്പം നമ്മളങ്ങനെ നടന്നു ചെന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പം ഈ ആനകളെ കുളിപ്പിക്കാൻ, ആനകൾക്ക് വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു കുളം പോലുള്ള ഒരു ഏരിയയാണ്. അപ്പം നമ്മളങ്ങനെ നടന്നു പോയാൽ കാണാം, അവിടെ ദൂരെ ഒരു ആന നിന്ന് കളിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ സൈഡിലും ഓരോ ആനകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഓരോരുത്തരും കുറേ ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്, അടുത്തടുത്തായിട്ടൊന്നുമല്ല. കണ്ടോ ഒരു കുട്ടിയാന അവിടെ നിന്ന് തലാട്ടിയിരിക്കുന്നത്? നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറേ ആനകളെ കാണാൻ സാധിക്കും. ഇതിലൊരു ആനയെ ഞാൻ കണ്ടിട്ടോ. ആ ആനയ്ക്ക് ഒറ്റ കൊമ്പേ ഉള്ളൂ. ആ ഒറ്റ കൊമ്പ്, ഒരു കൊമ്പ് എങ്ങനെയോ പൊട്ടിപ്പോയതാവാം. ഒരൊറ്റ കൊമ്പും വെച്ച് ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. ഈ ആനയും നല്ല കുറുമ്പനാണെന്ന് തോന്നുന്നുണ്ട്. അവനും അങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആട്ടത്തിനൊപ്പം തന്നെ എൻ്റെ മോളും ഇരുന്ന് തലയാട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഒരു പ്രത്യേക ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ആളുകളെല്ലാം ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും ആന കുറേ ദൂരത്ത് നിൽക്കുന്നത്. നമുക്ക് കുറേ വിട്ടിട്ടേ കാണാൻ പറ്റുള്ളൂ, ഒത്തിരി അടുത്തൊന്നും പോയി കാണാൻ സാധിക്കില്ല കേട്ടോ. ഈ ആനകളെ ഒരു പ്രത്യേക ഒരു ഏരിയയിലവിടെ നിർത്തിയിട്ട് പുറമെ ഒരു ചെറിയൊരു നാടയിട്ട് കെട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പാടില്ല, എല്ലായിടത്തും സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സേഫാണ്. ആരും ആനൻ്റെ അടുത്തേക്ക് പോയിട്ട് കളിക്കുകയോ ഒന്നും ചെയ്യില്ല, അവർ പ്രത്യേകം പറയുന്നുമുണ്ട്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു കുട്ടി ആന കളിക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിൽക്കുന്ന ആനയും അതെ. ഇല്ല, ആ ദൂരെ നിന്ന് വരുന്ന ആനയെ കണ്ടോ? ആ ആന, എനിക്ക് തോന്നുന്നു അവർ അതിനെ കൊണ്ട് മരങ്ങൾ എളിപ്പിക്കുകയാണ്. പാവം കേട്ടോ, ഒത്തിരി പ്രായമായിട്ടുള്ള ആനയാ തോന്നുന്നു. പതുക്കെ പതുക്കെ നടന്നു വരുന്നത്. ഈ കുട്ടിയാന നല്ല കളിയാണ് അതിൻ്റെ ഇടയ്ക്ക്. ഞങ്ങൾ ഈ ആന ഈ മരങ്ങളുമായിട്ട് വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അത് മരങ്ങളോ ഇലകളോ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു കരിമ്പിൻ്റെ മുളങ്കമ്പിൻ്റെ ഇലകളായിട്ടാണ് വന്നേക്കുന്നത്. ഇടയ്ക്ക് ഞാൻ എൻ്റെ ക്യാമറ മാറ്റി ബാക്കിയുള്ള ആനകളെ വീക്ഷിക്കുന്നുണ്ട്, കാരണം നമുക്ക് ആനയുടെ നടുക്ക് നിൽക്കുന്നതുകൊണ്ടൊരു പേടിയുണ്ട്. കാരണം ചുറ്റിലും ആനകളാണ്, ഇവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ള ഇടം കണ്ടിട്ട് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോളാണെങ്കിലോ അവളെ പിടിച്ചു നിർത്തിയേക്കാണ്, കാരണം അവൾ കണ്ണ് വിട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആനൻ്റെ അടുത്തേക്ക് ഓടും. ആ ആന അവിടെ ആ മുളയുടെ ഇലയെല്ലാം താഴെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ കാണും ഒരു ആനയെ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ആ ആനയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പാപ്പാന് പറയുകയാണ് ചെയ്യുന്നത്. എത്ര കറക്റ്റായിട്ടാണ് ആന ആ പാപ്പം പറയുന്നത് പോലെ ചെയ്യുന്നത്. കുറേ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. വലിയൊരു റൗണ്ട് ചുറ്റി ഞങ്ങൾ ആനയെല്ലാം കണ്ടങ്ങനെ വരിക. അതിനിടയ്ക്കതായ ഇവിടെ ഒരു ആന തനിയെ നിന്ന് കുളിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.